നമ്മുടെ ജീവിത വിജയത്തിൻ്റെ താക്കോൽ നമ്മുടെ ചിന്തകളിലാണ്. നിങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതൃപ്തനാണോ? എങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ആദ്യ ചുവടുവെപ്പ് നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക എന്നതാണ്. ബോധപൂർവം പുതിയതും പോസിറ്റീവുമായ ചിന്തകൾക്ക് രൂപം നൽകുക. ഈ ചിന്തകൾ വാക്കുകളാലും പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതം വിജയമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാലാവസ്ഥ മോശമാണ്, എൻ്റെ വീട് മോശമാണ്, എൻ്റെ സുഹൃത്തുക്കൾ മോശമാണ് എന്നിങ്ങനെയുള്ള പരാധീനതകൾ പറഞ്ഞ് സമയം കളഞ്ഞാൽ നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുകയുള്ളൂ. അത്തരം ചിന്തകൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുകയേ ഉള്ളൂ. രണ്ട് സുഹൃത്തുക്കളായ ആനന്ദിൻ്റെയും വിവേകിൻ്റെയും കഥ നോക്കാം. ഇരുവരും വളരെ സാധാരണ ചുറ്റുപാടുകളിൽ നിന്നും വരുന്നത്. ആനന്ദ് എപ്പോഴും തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചും സൗകര്യക്കുറവിനെക്കുറിച്ചും പരാതി പറഞ്ഞിരുന്നു. എനിക്ക് നല്ല വിദ്യാഭ്യാസം നേടാൻ സാധിച്ചില്ല, എൻ്റെ വീട്ടിൽ പഠിക്കാൻ നല്ല സാഹചര്യമില്ല, എൻ്റെ കൂട്ടുകാർക്കൊന്നും വലിയ ലക്ഷ്യങ്ങളില്ല എന്നൊക്കെയായിരുന്നു ആനന്ദിൻ്റെ സ്ഥിരം പറച്ചിലുകൾ. താൻ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളെ പഴിച്ചല്ലാതെ ഒരു മാറ്റത്തിനും അവൻ തയ്യാറായിരുന്നില്ല. സ്വാഭാവികമായും അവൻ്റെ ജീവിതത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. എന്നാൽ വിവേക് വ്യത്യസ്തനായിരുന്നു. അവനും സമാന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയതെങ്കിലും അവൻ്റെ ചിന്താഗതി പോസിറ്റീവായിരുന്നു. എനിക്ക് സൗകര്യങ്ങൾ കുറവാണെങ്കിലും കഠിനാധ്വാനം ചെയ്താൽ എനിക്ക് വിജയിക്കാൻ സാധിക്കും. എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ എനിക്ക് മാറ്റാൻ സാധിക്കില്ലായിരിക്കാം, പക്ഷേ എൻ്റെ പ്രതികരണങ്ങളെയും പ്രയത്നങ്ങളെയും എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് അവൻ വിശ്വസിച്ചു. രാത്രി വൈകി അവൻ പഠിച്ചു, ചെറിയ ജോലികൾ ചെയ്തു പണം കണ്ടെത്തി, തൻ്റെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിന്നു. അവൻ്റെ ഈ ചിന്താഗതി അവനെ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഒടുവിൽ അവൻ തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു. പാഠം: ആനന്ദ് തൻ്റെ ചിന്തകളെ നെഗറ്റീവ് സാഹചര്യങ്ങളിൽ തളച്ചിട്ടപ്പോൾ വിവേക് തൻ്റെ ചിന്തകളെ മാറ്റാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റി.